അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇത് പ്രധാനമായും കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാനിരിക്കുന്നത്. കേരള വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതീവ ഗൗരവമായി കണക്കിലെടുത്തിട്ടുണ്ട്. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരള വികസനം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ മാനിഫെസ്റ്റോവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത്. അങ്ങനെയാണ് ആധുനിക കേരളത്തിന്റെ വികസനത്തിന് അടിത്തറയിടത്തക്ക രീതിയിലുള്ള പ്രവർത്തനം EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കാഴ്ചവെച്ചത്. മുൻപും പഠന കോൺഗ്രസ് ഇവിടെ നടന്നിരുന്നു. EMS ആയിരുന്നു ആദ്യത്തെ പഠന കോൺഗ്രസിന്റെ സൂത്രധാരകനും എല്ലാ രീതിയിലും നേതൃത്വം വഹിച്ചതും. വികസന കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാടിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യങ്ങൾ ആദ്യ പഠന കോൺഗ്രസ് ഘട്ടത്തിൽ തന്നെ EMS വ്യക്തമാക്കിയിരുന്നു. അത് ജനപങ്കാളിത്തത്തോടെ ജനങ്ങളാകെ സഹകരിച്ചുകൊണ്ട് നാടിനെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നതായിരുന്നു. ഇന്ന് കേരളം പല മേഖലകളിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നേട്ടങ്ങളുണ്ടാക്കിയെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ നാടിന്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ കാൽ നൂറ്റാണ്ടോളം നമ്മുടെ നാട് പുറകിൽ നിൽക്കുന്നുവെന്ന് കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ നാട് ആർജിക്കേണ്ടിയിരുന്ന വികസന നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വ്യത്യസ്ത മേഖലകളിൽ ഈ കുറവ് പ്രകടമാണ്. മറ്റ് ചില സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാലും ഇത് വ്യക്തമായി കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള കുറവുകൾ പരിഹരിച്ച് കേരളത്തിന്റെ വികസനം ഉറപ്പുവരുത്തുക, അക്കാര്യത്തിൽ ഓരോ രംഗത്തും എന്ത് ചെയ്യാനാകും, ഇത്തരത്തിലുള്ള ബദൽ നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനാണ് ഈ പഠന കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പഠന കോൺഗ്രസിന്റെ ഭാഗമായി എത്തിച്ചേരുന്ന അക്കാദമിക് വിദഗ്ധരും പ്രൊഫഷണലുകളും സമൂഹത്തെക്കുറിച്ച് അങ്ങേയറ്റം താൽപ്പര്യമുള്ള വ്യക്തികളും എല്ലാം കൂടിച്ചേർന്നാണ് ഇത്തരത്തിലുള്ള വികസന കാഴ്ചപ്പാട് ഓരോ മേഖലയെക്കുറിച്ചും തയ്യാറാക്കുക. നമ്മുടെ നാടിന്റെ പൊതു വികസന രേഖയായിരിക്കും പഠന കോൺഗ്രസിന് ശേഷം പൊതുവായി രൂപം കൊള്ളാൻ പോകുന്നത്.